ലോകമെമ്പാടും ഇന്ന് ഞങ്ങളെ ടെലിവിഷനിലൂടെ കാണുന്നവരെ വന്ദനം ചെയ്യുന്നു. പ്രിയവരെ, ഇന്നു മുതൽ സംസാരിച്ച് തുടങ്ങുന്ന ടോപ്പിക്ക്, കഴിഞ്ഞ ദിവസം നമ്മൾ മത്തായി സുവിശേഷം 5-ാം അധ്യായം മുഴുവൻ ചിന്തിക്കുവാനിടയായി. 13 മണിക്കൂർ തുടർമാനമായിട്ടുള്ള പഠിപ്പീരുകൾ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റേത് ഗ്രേസ് കമ്മ്യൂണിറ്റി മീഡിയയിൽ അവൈലബിൾ ആയി കഴിഞ്ഞു. നിങ്ങൾക്കത് വാങ്ങിക്കേൾക്കുവാൻ അവസരമുണ്ടാകും. ടെലിവിഷനിലൂടെ അത് കേട്ട അനുഗ്രഹം പ്രാപിച്ചവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് ഒരു പ്രത്യേക ടോപ്പിക്ക്. അത് വചനത്തിൽ മുഴുവൻ നിറഞ്ഞു കിടക്കുന്നതാണ്. പ്രെയർ അഥവാ പ്രാർത്ഥന എന്നുള്ളതാണ്. കുറേ ആഴങ്ങൾ ഈ വിഷയത്തിൽ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ സംസാരിച്ച് തുടങ്ങും. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പാലായിൽ നിന്നാണ്. നാളെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പാമ്പാടിയിൽ നിന്നാണ്. പക്ഷേ ഇതെല്ലാം കണ്ടിന്യൂസ്. നിങ്ങൾ പാലായിലും പാമ്പാടിയിലും ഒന്നും വന്നില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ടെലിവിഷനിലൂടെ കേൾക്കുവാൻ കർത്താവ് ഒരുക്കുന്ന അവസരത്തിനായിട്ട് യേശുവിന് മഹത്വം കൊടുക്കുന്നു. നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ ചിന്തകളിലേക്ക് നമുക്ക് പോകാം. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് വരുന്നത്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രധാനമായിട്ട് വരികയാണ്. ഞാൻ ഇന്ന് ഈ പ്രെയർ എന്ന വിഷയത്തിൻ്റെ ഒരു ഇൻട്രഡക്ടറി പാർട്ട് എന്ന് പറഞ്ഞ പോലെ ഒരു ഇൻട്രഡക്ഷൻ, ജസ്റ്റ് ആൻ ഇൻട്രഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. അത് സംസാരിക്കുന്നത് വലിയൊരു ചൈതന്യത്തിന് നിങ്ങളിൽ കാരണമായി തീരും എന്ന് ഞാൻ ചിന്തിക്കുന്നു. പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് എടുക്കുന്ന ഭാഗം മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്നാണ്. 7-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ 1-2 വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. 7-ാം അധ്യായത്തിൽ 7-ാം വാക്യം, 7-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾ തുറക്കപ്പെടും. സാധാരണ രീതിയിൽ പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ ഈ 3 വാക്കാണ് എല്ലാവരുടെ ഉള്ളിൽ വരുന്നത്. യാചിപ്പീൻ, മുട്ടുവീൻ, അന്വേഷിപ്പീൻ. ആസ്ക്, നോക്ക്, സീക്ക്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ആസ്ക്. ഏറ്റവും ആദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ യാചിക്കുക. മലയാളിക്ക് മാത്രമേ യാചന വന്നിട്ടുള്ളൂ, ഇംഗ്ലീഷിലുള്ളത് ആസ്ക് എന്നാണ്. ചോദിക്കേണ്ടിയിരിക്കുന്നു, ആദ്യം ചോദിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ആസ്ക്, ചോദിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ സീക്ക്, ചോദിച്ചത് ഉരുവായിട്ടുണ്ട്, അതുകൊണ്ട് അന്വേഷിക്കുക. ഓക്കെ, ആസ്ക്, സീക്ക്. കണ്ടെത്തിക്കഴിഞ്ഞാൽ മുട്ടുക, നോക്ക്, മുട്ടുക. അപ്പോൾ സാധാരണ രീതി പ്രാർത്ഥനയെന്ന് കേൾക്കുന്ന ഉടനെ ആസ്ക്, നോക്ക്, സീക്ക്. യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ. യാചിച്ചപ്പം അത് ഉരുവായിട്ടുണ്ട്, ഉരുവായിട്ടുണ്ടോ എന്ന് അന്വേഷിപ്പീൻ. അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ അന്വേഷിച്ച് കണ്ടെത്തി ഇതിനെ മുട്ടുവീൻ. മുട്ടുമ്പോൾ അത് തുറക്കപ്പെടും. ഇതാണ് പ്രാർത്ഥനയെക്കുറിച്ചുള്ള പൊതു അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ ഇതല്ല കർത്താവ് പറഞ്ഞ ആശയം. ഇതിനപ്പുറത്താണ് കർത്താവ് ഉദ്ദേശിച്ച പ്രാർത്ഥന. അപ്പോൾ ഇതൊന്ന് വിശദീകരിക്കണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. യേശു ഭൂമിയിൽ വരുന്നതിന് മുമ്പും ഇവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. കർത്താവ് അല്ല ഭൂമിയിൽ ആദ്യമായിട്ട് വന്ന് പ്രാർത്ഥന പഠിപ്പിച്ച ആള്. യേശു ഭൂമി വരുന്നതിന് മുമ്പും ഇവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു, പ്രാർത്ഥിച്ചുള്ള അത്ഭുതങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ പ്രാർത്ഥന അതുവരെ നിലവിലുണ്ടായിരുന്ന പ്രാർത്ഥനകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. ഞാൻ 1-2 വാക്യങ്ങൾ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാം. ലൂക്കോസ് സുവിശേഷത്തിലേക്ക് നമുക്കൊന്ന് പോയിട്ട് പെട്ടെന്ന് നമുക്ക് മടങ്ങി വരാം. ലൂക്കോസ് സുവിശേഷം 11-ാമത്തെ അധ്യായം, 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഓക്കെ, നമുക്ക് ഈ ഭാഗം അറിയാം, എടുക്കുന്നില്ല. നമ്മളത് ചൊല്ലുന്നതെന്നും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ വരെയും കുറിയൊക്കെ ആയിട്ട് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നിൽക്കട്ടെ. അവിടെ ഇവിടെ ഈ ഭാഗം കർത്താവ് നിലവിലുണ്ടായിരുന്ന പ്രാർത്ഥന പഠിപ്പിക്കുന്ന ശൈലി അഥവാ പ്രാർത്ഥന എന്ന ആശയം ആദ്യം ഒന്ന് മനസ്സിലാക്കിയാൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഈ വ്യത്യസ്തത നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾറെഡി ഒരു ട്രഡീഷണൽ വേ ഓഫ് പ്രെയർ, പാരമ്പര്യ രീതിയിലുള്ള ഒരു പ്രാർത്ഥന ഓൾറെഡി അവിടെ നിലവിലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഗുരുക്കന്മാര് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു രീതി ആ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഇവിടെ തുടങ്ങിയും പറഞ്ഞ് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ
തുടങ്ങി. കണ്ടില്ലേ? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പോലെ നീയും ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അപ്പം നിങ്ങൾക്കറിയാം, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പലർക്കും യോഹന്നാനുമായിട്ടൊരു പ്രത്യേക ടൈപ്പ് ഉണ്ടായിരുന്നു. കാരണം ഇവരിൽ ചിലരെങ്കിലും ആദ്യം യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് യോഹന്നാനെ കണ്ടുമുട്ടിയവരാ, യോഹന്നാൻ്റെ ടീമിലായിരുന്നവരാ. പിന്നെയാണ് യേശുവാണ് മശിഹ എന്നറിഞ്ഞ് കർത്താവിൻ്റെ കൂടെ ഇറങ്ങി. എല്ലാവരും അല്ല, എങ്കിൽ ചിലരൊക്കെ. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം, അപ്പോൾ പാരമ്പര്യ രീതിയിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയും അതിനനുബന്ധമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും ഓൾറെഡി കളത്തിലുണ്ട്, രീതി നിലവിലുണ്ട്. പക്ഷെ അതിൽ നിന്ന് അതേ ട്രഡീഷണൽ പാറ്റേൺ ശിഷ്യന്മാർ പിന്തുടരുവാൻ ആഗ്രഹിച്ചിട്ട് അവരുടെ ഗുരുവിനോട് പറയുക, എല്ലാ ഗുരുക്കന്മാരും ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ ഞങ്ങളെയും കൂടെ നീ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അപ്പോൾ അതുവരെയുള്ള പ്രാർത്ഥനയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു യേശു പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലെങ്കിൽ യേശുവിൻ്റെ പ്രാർത്ഥന എന്നുള്ളതിൻ്റെ പ്രകടവും പ്രത്യക്ഷവുമായ അടയാളമാണ് 11:2 നമ്മൾ വായിക്കുന്നത്. മത്തായി 11:2 ശ്രദ്ധിച്ച് കേട്ടാട്ടെ. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇതാണ് ഈ പ്രാർത്ഥനയുടെ വ്യത്യസ്തത. ഉലകത്തിൽ ഇന്നു വരെ, അല്ലെങ്കിൽ ആ കാലഘട്ടം വരെ, ആരും ദൈവത്തെ അപ്പാ, പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. ഒരുപാട് പ്രാർത്ഥനകൾ പഴയ നിയമത്തിൽ കണ്ടിട്ടുണ്ട്. തീ ഇറക്കിയ പ്രാർത്ഥനയുണ്ട്, മഴ പെയ്യിച്ച പ്രാർത്ഥനയുണ്ട്, പെയ്ത മഴ നിർത്തിച്ച പ്രാർത്ഥനയുണ്ട്, പ്രഖ്യാപനങ്ങളുണ്ട്. പക്ഷെ ഒരു സ്ഥലത്ത് പോലും ദൈവത്തെ അപ്പാ എന്ന് വിളിച്ച് ആരും പ്രാർത്ഥിച്ചിട്ടില്ല. എന്തായിരുന്നു പഴയ നിയമത്തിലെ പ്രാർത്ഥന? ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും, ദാസിയുടെ കണ്ണ് യജമാനത്തിയിലേക്കും നോക്കുന്ന പോലെ ദൈവമേ ഞങ്ങൾ നിങ്കലേക്ക് വരുന്നു. എന്താ പറഞ്ഞതിൻ്റെ ആശയം? അവർക്കാർക്കും ദൈവത്തെ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവർക്കാർക്കും ദൈവവുമായിട്ട് അപ്പൻ മകൻ എന്ന ബന്ധമില്ലായിരുന്നു. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തു. ഒരാൾ പോലും ആദത്തെ പരിചയപ്പെടുത്തുമ്പോൾ മത്തായി പറയുന്നത് എങ്ങനെ? ആദം ദൈവത്തിൻ്റെ മകൻ. അതൊന്നൊഴിച്ചാൽ പഴയ നിയമത്തിൽ ഒരാളെ പോലും മകൻ എന്ന് വിളിച്ചിട്ടില്ല. ഒരാൾക്ക് പോലും ദൈവം പിതാവായി വെളിപ്പെട്ടിട്ടില്ല. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായി വെളിപ്പെട്ടിട്ടുണ്ട്, സൃഷ്ടാവായ ദൈവമായി വെളിപ്പെട്ടിട്ടുണ്ട്, ഏലോഹിമും ശമ്മയും നിസീം എൽഷദായും ഒക്കെ ആയിട്ട് വെളിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആരുടെ മുമ്പിലും ദൈവം അപ്പനായിട്ട് വെളിപ്പെട്ടിട്ടില്ല. ദൈവം ആർക്കും പിതാവായിട്ട് വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ യേശു പഠിപ്പിച്ച ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഒരുപാട് വ്യത്യസ്തത ഉണ്ടായിരുന്നു. നിലവിൽ അന്ന് വരെ ഉണ്ടായിരുന്ന പ്രാർത്ഥന ക്രമങ്ങളെ മുഴുവൻ തകിടം മറിക്കുന്ന, അല്ലെങ്കിൽ രീതി മാറ്റുന്ന ഒരു ഭയങ്കര പ്രാർത്ഥനയാണ് കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഈ പ്രാർത്ഥന തുടങ്ങുമ്പോഴേ യേശു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയേണ്ടത് യജമാനനെ എന്ന് വിളിച്ചല്ല. യജമാനൻ ഉണ്ടെങ്കിൽ യജമാന്റെ മുമ്പിലുള്ളവർ ദാസന്മാരാണ്. എന്നാൽ നിങ്ങൾ യജമാനന്മാരല്ല, നിങ്ങൾ ദാസന്മാരല്ല. ദൈവം നിങ്ങൾക്ക് യജമാനനുമല്ല, നിങ്ങൾ മക്കളാണ്. ദൈവം നിങ്ങൾക്ക് പിതാവാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, ദൈവം നിങ്ങൾക്ക് യജമാനനല്ല. സന്തോഷത്തോടെ പറഞ്ഞാട്ട്, ദൈവം നിങ്ങൾക്ക് യജമാനനല്ല. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് പിതാവാണ്. അപ്പാന്ന് വിളിച്ചോണം എന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്ന ആളോട് അപ്പാന്ന് വിളിച്ചോണം. ഹല്ലേലൂയ. അപ്പാന്ന് താൻ കൂപ്പിടണം. ഹല്ലേലൂയ. അതിനെ വിളിച്ചിരിക്കുന്നത് അപ്പാന്ന് വിളിക്കാവുള്ളൂ, വേറെ ഒന്നും വിളിക്കണ്ട. നമ്മൾ വിചാരിക്കും ദൈവത്തിൻ്റെ കുറേ മഹത്വമുള്ള വാക്കുകളൊക്കെ പറയണ ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് സകലത്തെയും പടച്ചുരച്ചവനെ, ആഴിയിലെ പൂഴിയെ നാഴിയിലാക്കിയവനെ, ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ടവനെ, ആദ്യനെ അന്ത്യനെ, അത്ഭുതവാനെ, ആൽഫേ ഒമേഗേ. ഇതൊക്കെ പറയുമ്പം ചുറ്റുപാടിലുള്ളൊരു എന്നതാ ഈ പുള്ളി ഭയങ്കരനാണ്, എന്നോ വാക്കുകളൊക്കെയാണ് വരുന്നത്. ആയി തുടങ്ങി ആയിൽ അവസാനിപ്പിച്ചു.
ഭയങ്കര സംഭവമാണ്. ഈ ഭയങ്കര സംഭവം ആൾക്കാർ വിചാരിക്കുന്നല്ല, ദൈവം, എൻ്റെ ദൈവമേ, എന്നോ വാക്കുകളൊക്കെ ഇവൻ്റെ വായിൽ നിന്ന് വരുന്നേ, എന്താ ഒന്ന് എഴുന്നേറ്റ് നിന്നേക്കാന്ന് പറഞ്ഞ് പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും കൂടെ സ്വർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല. ആഴിയിലെ പുഴിയെ നാഴിയിലാക്കി ഇതെല്ലാം മനുഷ്യനെ കേൾപ്പിക്കാൻ കൊള്ളാമെന്നല്ലാതെ അതിനപ്പുറത്ത് പിതാവേ അപ്പാ എന്ന് വിളിക്കുന്നതിനപ്പുറത്ത് കർത്താവിന് ഇഷ്ടം വേറെ ഒന്നുമില്ല. കരമടിച്ചോ യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും നമ്മുടെ കുറേ വിറപ്പീരും നമ്മുടെ കുറേ പ്രാസത്തിലൊക്കെ ദൈവം അങ്ങ് വീഴുമെന്നാണ്. ദൈവമേ, അങ്ങനെ ശബ്ദം എവിടുന്നെങ്കിലും കേട്ടാൽ ഞാൻ കണ്ണു തുറന്ന് നോക്കാറുണ്ട്. കാരണം ഈ ശബ്ദം പുറപ്പെടുവിക്കുന്ന ആളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ആ ശബ്ദം ഉണ്ടാക്കി ദൈവത്തെയാണ് പറ്റിക്കുന്നത്. ഇത്യാദി വിളച്ചിലുകളൊന്നും കർത്താവ് ആഗ്രഹിക്കുന്നതല്ല. ഇതൊന്നും ദൈവത്തിൽ നിന്നുള്ളവയല്ല. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഒന്ന് പറഞ്ഞേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാ. അപ്പം യേശു ഒഴുക്കിനനുസരിച്ച് നീന്തിയവനല്ല, ഒഴുക്കിനെതിരെ നീന്തിയവനാണ്. അതാ ഞാൻ ഈ പറയാൻ വരുന്ന ആശയം. നിലവിലുണ്ടായിരുന്ന പ്രാർത്ഥനാ ക്രമത്തോടും പ്രാർത്ഥനാ രീതികളോടും യേശുവിന് അങ്ങേയറ്റം വിരക്തിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങേയറ്റം യേശുവിന് അതുമായി യോജിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് തെളിവായിട്ട് ഞാൻ 1-2-3 വാക്യങ്ങളൂടെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. നിങ്ങൾ എൻ്റെ കൂടെ 1-2 വാക്യങ്ങളോട്ടും കൂടെ വന്നാട്ടെ. ഇപ്പം നമ്മൾ വായിച്ച ഭാഗം നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ലൂക്കോസ് സുവിശേഷത്തിലെ 11-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ച്. സ്വർഗസ്നായ വായിച്ചു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഓക്കെ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അടുത്തത്, ആവശ്യമുള്ള ആഹാരം ദിനംപ്രതി തരണമേ. കണ്ടോ, ഇവിടെയെല്ലാം ഈ പ്രാർത്ഥനയ്ക്കകത്തൊരു വ്യത്യസ്തതയുണ്ട്. ഈ പ്രാർത്ഥന എല്ലാം തുടങ്ങുമ്പോൾ നിങ്ങൾ കാണുന്നത് തരണമേ, ദിനംപ്രതിയുള്ള ആഹാരം തരണമേ, ക്ഷമിക്കണേ എന്നും പറഞ്ഞാൽ. അപ്പം നമ്മൾ വിചാരിക്കും ഇതാണ് റിയൽ പ്രാർത്ഥന. തരണമേ, ക്ഷമിക്കണമേ, വരണമേ, ഇങ്ങനെ ഇതാണ് റിയൽ പ്രെയർ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ മുഴുവൻ ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ 5 വാക്ക് വായിച്ചിട്ട് ഇതാ പ്രാർത്ഥന എന്ന് വിചാരിക്കും. ദയവ് ചെയ്ത് ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുവാൻ അറ്റ്ലീസ്റ്റ് ആ ഫുൾ ചാപ്റ്റർ, ആ മുഴുവൻ അധ്യായം ഒന്ന് വായിച്ചാട്ടെ. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് കർത്താവ് ഉദ്ദേശിച്ച മുഴുവൻ ആശയം പറഞ്ഞിട്ടുണ്ട്. യാചനയാണ് പ്രാർത്ഥനയെങ്കിൽ ലൂക്കോസ് 11-ൽ കേവലം യാചന പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. അപ്പം യാചനയ്ക്ക് അപ്പുറത്ത് എന്തോ ആണ് കർത്താവ് ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന. അതിലേക്ക് നമുക്ക് വരാം. മത്തായി സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം എന്നെടുത്താട്ടെ. 6-ാം അധ്യായത്തിൽ കർത്താവ് ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ദയവായി. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ദയവായി ശ്രദ്ധിച്ചാട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്, കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്. കണ്ടോ, അപ്പം 2 തരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. ഒന്ന് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനുള്ള പ്രാർത്ഥന, 2 ദൈവത്തിന് വിളങ്ങേണ്ടതിനുള്ള പ്രാർത്ഥന. അത് താഴേക്ക് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്. വായിച്ചു. പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു. അടുത്തത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനുള്ള പ്രാർത്ഥന. ഒന്നുറക്കെ പറയാമോ എന്നോട് ചേർന്ന്? മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനുള്ള പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ മനുഷ്യർ കാണുന്നിടത്തെല്ലാം ഇവർ പോയി പ്രാർത്ഥിക്കും. തെരുക്കോണിൽ മനുഷ്യൻ നിൽപ്പുണ്ടെങ്കിൽ അവിടെ പോയി മുട്ടുകുത്തിട്ട് കൈയും പൊക്കി പ്രാർത്ഥനക്കാരനാന്ന് പറയും. പള്ളികളിൽ വായിച്ച അവിടെ ഓരോന്ന് എഴുതിയിട്ടുണ്ടല്ലേ. തെരുക്കോണുകളിലും പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഈ പ്രാർത്ഥന അന്ന് നിലവിലുണ്ട്. ഇതല്ല യേശു പഠിപ്പിച്ച പ്രാർത്ഥന. തെരുക്കോണിൽ നിന്ന് പ്രാർത്ഥിക്കുക. തെരുക്കോണിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് തെറ്റില്ല. തെരുക്കോണിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പ്രേരണ തന്നാൽ പ്രാർത്ഥിച്ചുകൂടെ? പ്രാർത്ഥിക്കാം. പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൂടെ? പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ തെരുക്കോണിൽ നിന്ന് പോകുന്നവൻ കാണുന്നുണ്ടോ ആവോ? ഞാൻ ഇത്രയും സമയം മുട്ട നിന്നിട്ട് മുട്ടിനൊക്കെ വേദന എടുക്കുന്നു, വേഗം കണ്ടായിരുന്നു എഴുന്നേക്കായിരുന്നു 10 പേര്. ഈ ചിന്തയാണ് കർത്താവ് അവിടെ വിമർശിക്കുന്നത്.
മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനുള്ള പ്രാർത്ഥന. ഒന്ന് പറഞ്ഞേ, മനുഷ്യർക്ക് വിളങ്ങേണ്ട. ആ വാക്യം ഒന്ന് വായിച്ചു. എന്നിട്ട് താഴേക്ക് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, 6-ാം വാക്യം, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച്. അറയിൽ കടക്കുക, വാതിലടയ്ക്കുക, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. കേട്ടോ. അപ്പൊ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനുള്ള പ്രാർത്ഥനയുണ്ട്, രഹസ്യത്തിലുള്ള പിതാവിന് വിളങ്ങേണ്ടതിനുള്ള പ്രാർത്ഥനയുണ്ട്. വിളങ്ങുക എന്ന പദമൊക്കെ അങ്ങ് വിട്ടേരെ. രഹസ്യത്തിൽ കാണുന്ന പിതാവിനോടുള്ള സംസാരമുണ്ട്, പരസ്യത്തിൽ കാണുന്ന മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ഇവിടെ പറയുമ്പോൾ കർത്താവ് ആദ്യത്തേതിനെ നിഷേധിക്കുകയാണ്, നിശ്ചിതം വിമർശിക്കുകയാണ്. അതല്ല നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കല്ലേ. ജാതികളെ അവിടെ വായിക്കുന്നുണ്ട്, കപടഭക്തിക്കാരെ പോലെ. ആ പദം ഒന്ന് പറഞ്ഞേ, കപടഭക്തി ഇല്ല, ഭക്തി ഇല്ല, കാപട്യമാണ്. കപടഭക്തിക്കാരെ പോലെ വായിച്ചോ, അത് കപടഭക്തിക്കാരെ പോലെ നിങ്ങൾ ആകരുത്. അവർ ചെയ്തു വരുന്ന രീതിയാ, പള്ളിയിലും തെരുക്കോണിലും നിന്ന് കൈ ഉയർത്തിന്നോണ്ടിരിക്കും, വരുന്നവരും പോകുന്നവരും എല്ലാം ഇവൻ ഭയങ്കര പ്രാർത്ഥനക്കാരൻ എന്ന് മനസ്സിലാക്കും. അവർക്ക് സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് കിട്ടി, അവരുടെ പ്രതിഫലം കിട്ടിപ്പോയി. അതവിടെ വായിക്കുന്നുണ്ട് അല്ലേ, വായിച്ചു അവരുടെ പ്രതിഫലം. അവർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ യേശു സത്യമായിട്ട് പറയുന്ന അടുത്ത വാക്ക് ദയവായി, പ്രതിഫലം കിട്ടിപ്പോയി, അവരുടെ പ്രതിഫലം കിട്ടിപ്പോയി. അപ്പൊ കർത്താവേ, തെരുക്കോണിൽ നിന്ന് കരമുയർത്തിയുള്ള പ്രാർത്ഥന അങ്ങ് വെറുക്കുന്നോ? പള്ളിയിൽ നിന്ന് മറ്റുള്ളവരുടെ കാണുകയുള്ള പ്രാർത്ഥന അങ്ങ് വെറുക്കുന്നോ? അപ്പൊ എന്നെ അങ്ങ് ഉദ്ദേശിക്കുന്ന പ്രയർ, യേശു പറയാണ്, തെരുക്കോണിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് തെറ്റ് എന്നല്ല ഞാൻ പറഞ്ഞേ, പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് തെറ്റ് എന്നല്ല ഞാൻ പറയുന്നേ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ബന്ധമാണ്. കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചോ. പ്രയർ is not something outward, prayer is something inward, something internal. Not showing something external is purely internal. പ്രാർത്ഥന പുറമേ മനുഷ്യനെ കാണിക്കേണ്ടതിനല്ല, അകത്തെ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ്. അടുത്ത വാക്യത്തിൽ നല്ലതായിട്ട് വിശദീകരിക്കുന്നുണ്ട്. യേശു തന്നെ പറയുന്ന വാക്കുകളാണ്, നിങ്ങൾ ദയവായി ശ്രദ്ധിച്ചാട്ടെ. നീയോ പ്രാർത്ഥിക്കുമ്പോൾ, 6-ാമത്തെ വാക്യം, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടക്ക്, വാതിലടച്ച്. മുറിയല്ല, അറ. മുറി ഭൂമിക്ക് മേളിലാണെങ്കിൽ അറ ഭൂമിക്ക് കീഴെയാ. അറിയാവുന്നവർക്കറിയാം. ആരും മുറിയിലേക്ക് ആരും കയറി വരാം, അറയിലേക്ക് അങ്ങനെ എല്ലാവരും കയറി വരാറില്ല. കർത്താവോട് പറയാ, എല്ലാവരും കയറി വരുന്നിടത്തിരുന്നല്ല നീ പ്രാർത്ഥിക്കണ്ടേ. നീ പ്രാർത്ഥിക്കുമ്പം അറയിൽ കയറ്. പിന്നെ അറയിൽ കടന്ന് വാതിലടച്ച്. കർത്താവേ, എനിക്ക് അറയില്ലല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്നാ ചെയ്യും? ആരോ ചോദിക്കുന്നു, കർത്താവേ ഞങ്ങളുടെ വീടിന് അറയും നിരയൊന്നുമില്ല, പുതിയ വീടാ, ന്യൂ ജനറേഷൻ വീടാ, ഞങ്ങളിനി എവിടെ പോയിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി അറയിൽ കയറണമെന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ വീടിൻ്റെ അറയിൽ കയറുന്ന ആശയമല്ലത്. ഇവിടെ പറയുന്ന ആശയം ശ്രദ്ധിച്ചാട്ടെ. നമ്മൾ ഈ വാക്ക് പിടിക്കുന്നതുകൊണ്ടാണ്, അതിൻ്റെ വലിയ ആത്മാവിനെയാണ്. അക്ഷരം പിടിക്കാതെ ആ അക്ഷരത്തിന് വലിയ ആത്മാവിനെ സ്വീകരിച്ചാട്ടെ. യേശു എന്താ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്? യഥാർത്ഥ പ്രാർത്ഥന മുറിയിലോ അറയിലോ ആകാം, പക്ഷേ ഇവിടുത്തെ വിഷയം മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ല, മനുഷ്യനെ അറിയിക്കേണ്ടതിനല്ല. ഞാൻ 3 മണിക്കൂർ ഇന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നേ, ഞാൻ 4 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നേ. ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി 7 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നേ. 7 മണിക്കൂർ പ്രാർത്ഥിച്ചോ? അവരോട് എന്തിനാ വിളംബരം നടത്തുന്നേ? 6 മണിക്കൂർ പ്രാർത്ഥിച്ചോ? എന്തിനാ ആ സഹോദരനോട് അത് പറയുന്നേ? അപ്പൊ അവരിൽ നിന്ന് എന്തോ ഒരു ഫേവർ ഉദ്ദേശിക്കുന്നല്ലേ? സത്യമായിട്ട് അതല്ല അതിൻ്റെ ഉദ്ദേശം. ആ ബ്രദർ ഇന്നലെ രാത്രി 3 മണിക്കൂർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. സമ്മതിക്കണം കേട്ടോ. ആ ബ്രദർ എനിക്ക് വേണ്ടി 3 മണിക്കൂർ പ്രാർത്ഥിച്ചായിരുന്നു, സമ്മതിക്കണം കേട്ടോ. ഹല്ലേലൂയ. കസര മറിഞ്ഞത് എങ്ങോട്ട് നോക്കിയോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേ. ആ ബ്രദർ 3 മണിക്കൂർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് പറയുമ്പം ഒരു ആശ്വാസം. എന്താ ആശ്വാസം? എന്നാലും പുള്ളിക്കാരൻ എൻ്റെ കാര്യമൊക്കെ ഓർത്തല്ലോ. അവിടെ നിന്നുള്ള ഒരു മമത, അവിടെ നിന്നുള്ള ഒരു പ്രീതി,
ആഗ്രഹിക്കുന്ന. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥിച്ച കാര്യം വിളംബരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ബന്ധമുള്ളവനും അറിയാവോ, ബന്ധമുള്ളവൻ്റെ കാര്യം എങ്ങനെയാണെന്നറിയോ? അവൻ ഒരാളോടും പറയത്തില്ല 3 മണിക്കൂർ പ്രാർത്ഥിച്ചു, 5 മണിക്കൂർ പ്രാർത്ഥിച്ചു. അവനൊരു കാര്യം അറിയാം, പ്രാർത്ഥന എന്നത് പ്രാണവായുവാ. എൻ്റെ അപ്പനോട് ഞാൻ സംസാരിക്കുന്ന എൻ്റെ കണക്ക് പുറത്തു പറയേണ്ട ആവശ്യമില്ല. ഇതെൻ്റെ അപ്പനും ഞാനുമായിട്ടുള്ള ബന്ധമാ. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തോ. രഹസ്യത്തിൽ കാണുന്ന പിതാവ്. ഓ, ഇങ്ങനത്തെ ഒരു പിതാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രഹസ്യത്തിൽ കാണുന്ന പിതാവ്. വായിച്ചോ ആ വാക്ക്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. കണ്ടോ, രഹസ്യത്തിൽ കാണുന്ന പിതാവ്. ഒന്ന് പറഞ്ഞേ, രഹസ്യത്തിൽ കാണുന്ന പിതാവ്. രഹസ്യത്തിൽ കാണുന്ന പിതാവ് രഹസ്യത്തിൽ നിങ്ങളുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ പരസ്യത്തിൽ ആ പിതാവിനെ വിളിക്കാൻ താല്പര്യപ്പെടരുത്. കാരണം നിങ്ങളുമായിട്ട് ആ പിതാവ് ഇടപെടുവാൻ താല്പര്യപ്പെടുന്ന രഹസ്യത്തിലാണ്. കാരണം നിങ്ങളോട് പറയുന്നത് വേറെ ആരോടും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ കൈമാറാൻ ആഗ്രഹിക്കുന്ന രഹസ്യത്തിൽ ദയവ് ചെയ്ത് ദൈവത്തിൻ്റെ രഹസ്യം പരസ്യമാക്കല്ലേ. അടുത്തിരിക്കുന്ന ആളോട് പറ, ദൈവത്തിൻ്റെ രഹസ്യം പരസ്യമാക്കല്ലേ. ദയവ് ചെയ്ത് പ്ലീസ് 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 ദൈവത്തിൻ്റെ രഹസ്യം പരസ്യമാക്കരുത്. ഹല്ലേലൂയ. ദൈവം രഹസ്യത്തിൽ എന്തൊക്കെയോ കൈമാറാൻ ഉദ്ദേശിക്കുന്നു. രഹസ്യത്തിൽ കാണുന്ന പിതാവ് രഹസ്യത്തിൽ എന്തൊക്കെയോ ഞാനുമായിട്ട് കൈമാറാൻ ഉദ്ദേശിക്കുന്നു. പക്ഷെ ഞാൻ പറയുമോ, വേണ്ട കർത്താവ്, രഹസ്യത്തിലുള്ള കച്ചവടം ഒന്നും വേണ്ട, എനിക്ക് പരസ്യത്തിൽ മതി. നോ 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 നോ. എല്ലാവരോടും പറയുന്നതല്ല, ചിലത് വ്യത്യസ്തമായി ദൈവത്തിന് നിന്നോട് സംസാരിപ്പാനുണ്ട്, കർത്താവിന് നിന്നോട് പറയാനുണ്ട്. ആ പറയുന്നത് കേൾക്കണമെങ്കിൽ കർത്താവ് വിളിക്കുന്നു, എൻ്റെ സീക്രട്ട് പ്ലേസിലേക്ക് വാ. കം ടു മൈ സീക്രട്ട് പ്ലേസ്. എൻ്റെ രഹസ്യ സ്ഥലത്തേക്ക് നീ വാ. അവിടെ വെച്ച് എൻ്റെ ഹൃദയം ഞാൻ കൈമാറാം. അവിടെ വെച്ച് എൻ്റെ മനസ്സ് ഞാൻ സംസാരിക്കാം. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിന്നെ അറിയിക്കാം. ഞാൻ നിന്നോട് ഇടപെടാം. ആരോടും പറയാത്ത രഹസ്യങ്ങൾ ഞാൻ നിന്നോട് പറയാം. ആരെയും കാണിക്കാത്തത് ഞാൻ നിന്നെ കാണിക്കാം. ഒരുത്തരുടെ കയ്യിൽ തരാത്തത് ഞാൻ നിന്റെ കയ്യിൽ തരാം. ഈ ദിവസങ്ങളിൽ ഞാൻ കേൾക്കുന്ന ദൈവശബ്ദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവശബ്ദമാണ്, സജിത്തെ, രഹസ്യത്തിൽ. കം ടു മൈ സീക്രട്ട് പ്ലേസ്. ഐ വാണ്ട് ടു സേ യു സംതിങ്. ഹല്ലേലൂയ. എൻ്റെ രഹസ്യ സ്ഥലത്തേക്ക് വാ. പലപ്പോഴും നമ്മളെല്ലാം പരസ്യ സ്ഥലത്താണ് ദൈവത്തെ വിളിച്ചിറക്കാൻ ശ്രമിക്കുന്നത്. യോഗം 600 പേര്, 1000 പേര്, 10,000 പേര് വന്ന യോഗത്തിന് നടുവിൽ കർത്താവേ നീ എന്നോട് സംസാരിക്കണമേ. നോ, സംതിങ്. പരസ്യ സ്ഥലത്ത് ദൈവം സംസാരിക്കും. പരസ്യ സ്ഥലത്ത് സംസാരിക്കുന്ന സംസാരത്തിൻ്റെ ഉദ്ദേശം നിങ്ങളിലൂടെ എന്തോ ചെയ്യാൻ വേണ്ടിയാ, അല്ലാതെ നിങ്ങളോട് ഇടപെടാൻ വേണ്ടിയല്ല. എന്നാൽ രഹസ്യ സ്ഥലത്ത് എപ്പോഴും നോക്കിയോ, പരസ്യ സ്ഥലത്ത് ദൈവം ഇടപെടുന്നത് ആർക്കൊക്കെയോ വേണ്ടിയായിരിക്കും. ഇന്നിവിടെ നിൽക്കുമ്പോൾ കർത്താവ് എന്നോട് ഇടപെടുന്നുണ്ട്, കർത്താവ് എൻ്റെ ഉള്ളത്തെ തള്ളുന്നുണ്ട്. അതെന്തിനാണെന്നറിയോ? എന്നെ ആത്മീയത്തിൽ വളർത്താനല്ല, എൻ്റെ മുമ്പിലിരിക്കുന്ന ആരോടൊക്കെയോ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാ. പക്ഷെ എൻ്റെ മുറിയിൽ എൻ്റെ യേശു തൻ്റെ സീക്രട്ട് പ്ലേസിൽ എന്നോട് ഇടപെടുന്നത് ആരോടും ഒന്നും പറയാൻ വേണ്ടിയല്ല, ഞാനെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഒന്ന് പറഞ്ഞേ, അപ്പനും മകനും തമ്മിലുള്ള സംസാരം. ഒന്ന് പറഞ്ഞേ, അപ്പനും. ഓ ഹല്ലേലൂയ. നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, കണ്ണു തുറക്കൂ. ഞാൻ നീ അവിടെ നിൽക്കുമ്പോൾ കാണുകയായിരുന്നു, നിന്റെ വലത്തെ തോളിൽ നിന്ന് ഒരു വലിയ ഭാരം കർത്താവ് എടുത്തു മാറ്റുന്നത്. എന്തോ പറ്റി നിന്റെ വലത്തെ തോളിന്? എത്ര വർഷമായി ഇത് ആരംഭിച്ചിട്ട്? കുറച്ച് നാളായി. ജീസസ്. തെന്നിയതാണോ? എന്താ സംഭവിച്ചേ? ഡിസ്കിന്റെ തേയ്മാനത്താലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ജീസസ്. ഹോസ്പിറ്റലിൽ കാണിച്ചോ? എവിടാ കാണിച്ചേ? ഒരു കുറവുമില്ല. സ്തോത്രം. ഫാദർ, in the name of Jesus, തേയ്മാനം സംഭവിച്ച എല്ലുകൾ ഇപ്പോൾ തന്നെ പൂർവസ്ഥിതിയിലേക്ക് മടങ്ങി വരട്ടെ. നിങ്ങൾ കണ്ടോണം, ഈ മകൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. അഴിയുന്നു, അഴിയുന്നു, അഴിയുന്നു. ഫ്രീ ആകട്ടെ. ആ ബാധ ഈ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു. പരിപൂർണമായ മഹത്വം നിന്റെ മേൽ അടിക്കുന്നു മകളെ.
ഇനി ഒന്നിനും ഇവളെ തളർത്തുവാൻ അധികാരമില്ല. ഇന്ന് ഈ കയ്യിലേക്ക് കർത്താവിൻ്റെ മഹത്വം ഇറങ്ങി വരട്ടെ. ആ ആ വലിയ മഹത്വം ഈ മകൾ അനുഭവിക്കുന്നതിനാണ് നന്ദി. എൻ്റെ മഹത്വത്താൽ ആ കൈ ഇപ്പോൾ ഉയരട്ടെ. എൻ്റെ ജീവൻ ആ കൈയിലേക്ക് കയറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. സൗഖ്യം നടന്നു കഴിഞ്ഞ സഹോദരി, ചെയ്യാൻ പറ്റാത്ത എല്ലാം ചെയ്യേ. പൊങ്ങത്തില്ലായിരുന്നു, പൊക്കിക്കേ, കറക്കിക്കേ. ചെയ്യാൻ പറ്റാത്ത എല്ലാം ചെയ്തേ. സ്പീഡ് ചെയ്തേ. സ്പീഡ്